പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് എൻ്റെ ഉള്ളിൽ വന്നൊരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. നിങ്ങൾ നിലം ഉഴുതുമറിക്കുന്നത് കണ്ടിട്ടില്ലേ? വിതയ്ക്കുന്നതിന് മുമ്പ് നിലം ഒരുക്കും, അല്ലേ? കിളച്ച് മറിച്ച് അതിനെ ഒരുക്കും. പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ ശാന്തമായി പ്ലെയിനായി കിടന്ന ലാൻഡ് ഉഴുതുമറിക്കുകയാണ്, കിളയ്ക്കുകയാണ്. അത് കാണുന്നവർക്ക് വലിയൊരു ഡിസ്ട്രക്ഷനായിട്ട് തോന്നും, അല്ലേ? നശിപ്പിക്കുന്നത് പോലെ, തകർക്കപ്പെടുന്ന അനുഭവം പോലെ ഒക്കെ തോന്നിയേക്കാം. കാരണം വളരെ ശാന്തമായി കിടന്ന അന്തരീക്ഷത്തെ കിളയ്ക്കുകയാണ്, ഉഴുതുമറിക്കുകയാണ്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, വിത്ത് വിതയ്ക്കുന്നവന് മാത്രമേ അറിയത്തുള്ളൂ ആ നിലം എന്തിനാ ഇങ്ങനെ കിളച്ചു മറിക്കുന്നതെന്ന്. നമ്മൾ നല്ല വിതയ്ക്കാരനായ കർത്താവിൻ്റെ കരത്തിലെ നല്ല നിലമല്ലേ? അവിടുന്ന് നമ്മിൽ വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ്, അതേത് വിത്തുമായിക്കോട്ടെ, ഒരു ശുശ്രൂഷക എന്ന വിത്ത്, അല്ലെങ്കിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം എന്നൊക്കെ നിലയിലുള്ള വിത്തുകൾ നാം ആകുന്ന ആ നിലത്തിൽ വിതയ്ക്കുന്നതിനു മുമ്പ് ഉടമസ്ഥൻ, വിതക്കാരൻ നമ്മളെ ഒന്ന് പ്രിപ്പയർ ചെയ്യും, ഒന്ന് ഉഴുതു മറിക്കും, ഒന്ന് കിളച്ചു മറിക്കും. ഇതൊക്കെ പുറമേ നിന്ന് കാണുന്നവർ ചിന്തിക്കും, തകർന്നു, എല്ലാം നഷ്ടപ്പെട്ടു, ഇനിയും ഒരിക്കലും എണ്ണീക്കില്ല എന്നൊക്കെ. എന്നെ കണ്ട് എത്ര പേർ പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? ഇനിയും അവൾ എഴുന്നേക്കത്തില്ല, എല്ലാം ഇതുകൊണ്ട് തീർന്നു. പലവട്ടം ജീവിതത്തിൽ പല വിധത്തിലുള്ള ഒരുക്കങ്ങൾ, എൻ്റെ പ്രാണപ്രിയൻ്റെ കരത്താലുള്ള പ്രിപ്പറേഷൻസ് നടന്നപ്പോൾ പലരും ഓർത്തു അതൊക്കെ എൻ്റെ തകർച്ചയാണെന്ന്. പക്ഷേ എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു, നല്ല വിതക്കാരനായ എൻ്റെ കർത്താവ് നല്ല നിലമാകുന്ന എന്നെ പ്രിപ്പയർ ചെയ്യുമായിരുന്നെന്ന്. ഓരോ പ്രിപ്പറേഷൻ കഴിഞ്ഞപ്പോഴും അവിടുത്തെ ആ നല്ല വിത്ത് എന്നിൽ വിതച്ചു. അതൊക്കെ കിളിർത്ത് വളർന്ന് പന്തലിക്കുന്നത് കാണുവാൻ, അനേകർക്ക് ഞാനൊരു ബ്ലെസ്സിങ് ആയിത്തീരുന്നത് കാണുവാൻ എൻ്റെ ഉടമസ്ഥൻ എന്നെ അനുവദിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ഒരു വിത്ത് വിതയ്ക്കുവാൻ നിലം അത്രമാത്രം ഒരുക്കുന്നുവെങ്കിൽ, നല്ല കർത്താവ് അവിടുത്തെ നല്ല വിത്തുകൾ വിതയ്ക്കുവാൻ നമ്മെ എത്രമാത്രം പ്രിപ്പയർ ചെയ്യും. നമ്മിൽ സ്നേഹം വർദ്ധിപ്പിക്കുവാൻ, നമ്മിലെ സഹിഷ്ണുതയും ക്ഷമയും വർദ്ധിപ്പിക്കുവാൻ ഉടമസ്ഥൻ നമ്മളെ നല്ല ഒരുക്കങ്ങളിലൂടെ കടത്തിവിടും. ഇന്ന് എൻ്റെ വലിയ മോൻ എന്നോട് പറയുകയുണ്ടായി, അമ്മ, എൻഡ്യൂറൻസ് ഉണ്ടെങ്കിൽ, പേഷ്യൻസ് ഉണ്ടെങ്കിൽ, അതായത് സഹിഷ്ണുത അല്ലെങ്കിൽ ക്ഷമ, ഇവയുണ്ടെങ്കിൽ ഏത് ഹാർഡ്ഷിപ്പിലും നമുക്ക് നിൽക്കുവാൻ സാധിക്കും. ഏത് സാഹചര്യത്തിലും ക്ഷമയോടെ നിൽക്കുവാൻ കഴിയും. അവൻ പറഞ്ഞ വാക്കുകൾ എന്നെ സ്പർശിച്ചു. ഈ ചിന്തയും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, ഈ വിതയ്ക്കാരൻ്റെ നിലം ഒരുക്കുന്ന ചിന്തയും. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ചില ഒരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ചില പ്രിപ്പറേഷൻസിലൂടെ കടന്നു പോകുമ്പോൾ വേദനിച്ചേക്കാം. പക്ഷേ നമുക്ക് സഹിഷ്ണുതയുണ്ടെങ്കിൽ, ക്ഷമയുണ്ടെങ്കിൽ കാത്തു നിൽക്കുവാൻ, ഇതിനെയൊക്കെ സഹിക്കുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു ഡ്രൈ ലാൻഡായി, ഒരു പ്ലെയിൻ ലാൻഡായി, ആർക്കും പ്രയോജനമില്ലാത്തവരായി നിൽക്കേണ്ടവരല്ല. പകരം നിങ്ങളുടെ ജീവൻ്റെ ഉടമസ്ഥന് നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. നിങ്ങളാകുന്ന നിലം ഈ ദിവസങ്ങളിൽ ഒരുക്കും അവിടുത്തെ നല്ല വിത്തുകൾ വിതയ്ക്കുവാൻ. അപ്പോൾ ക്ഷീണിച്ചു പോകരുത്. നിലം ഒരുക്കുമ്പോൾ വേദനിച്ചേക്കാം, മുറിവേറ്റേക്കാം.
പതറിപ്പോകരുത്. ഉടമസ്ഥൻ്റെ കരത്തിൽ നിങ്ങൾ സുരക്ഷിതരാ. മാത്രമല്ല, അനേകർക്ക് ഫലമേകത്തക്കവണ്ണം നിങ്ങളിൽ വിതയ്ക്കുന്ന വിത്തുകൾ വളരും. അത് വളർന്ന് പന്തലിക്കും. ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷത്താൽ നിറയുന്നു. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് എന്നെ ഒരുക്കിയ വിധങ്ങൾ അതുപോലെയൊക്കെയായിരുന്നു. തകർന്നു പോകും, ഇല്ലായ്മയായി പോകും, ഇനിയും ഒരിക്കലും എണ്ണീക്കില്ല എന്നൊക്കെ പലരും വിചാരിച്ചു, എന്നെ നോക്കി പറഞ്ഞു. പക്ഷേ എൻ്റെ ഉടമസ്ഥൻ എന്നെ കൈവിട്ടില്ല. എന്നെ കരുതുന്ന സ്വർഗീയ പിതാവ് നിങ്ങൾക്കായും കരുതാതിരിക്കുമോ? നിങ്ങളെയും അവിടുന്ന് സ്നേഹിക്കുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളോട് അങ്ങ് സംസാരിച്ചതിന് നന്ദി. അങ്ങ് ഈ ദിവസങ്ങളിൽ ഞങ്ങളെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നന്ദി. വലിയ ചില ഒരുക്കങ്ങളിലൂടെ, പ്രിപ്പറേഷൻസിലൂടെ കടന്നു പോകുന്ന അങ്ങയുടെ പൊന്നു മക്കൾക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവേ, അവർക്ക് താങ്ങും തണലുമായി കൂടെ ഇരിക്കണമേ, ശക്തീകരിക്കണമേ. ഈ ഒരുക്കം പൂർത്തീകരിച്ച് അവരാകുന്ന നല്ല നിലത്തിൽ വിത്ത് വിതയ്ക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവെ അവരെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവൻ്റെ ഉടമസ്ഥനെ ഞങ്ങളെ അങ്ങയുടെ കരത്തിൽ സമർപ്പിക്കുന്നു. അവിടെ ഞങ്ങളെ ബലപ്പെടുത്തും. ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. മഹത്വം അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ് യു.